ഫ്രണ്ട്സ്, അപ്പം ഇന്ന് 23-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച നമ്മൾ മോർണിംഗിലായിട്ട് വന്നേക്കാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കണ വീഡിയോ ഒന്നുമില്ല, അതൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ പുൽക്കൂട് മേക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കാട്ടിത്തരാനും ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് എക്സാമ്പിൾ ഇത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂട് കേട്ടോ. ഇത് മൊത്തത്തിൽ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. നോക്കി, നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ തന്നെ സാധാരണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് നല്ല ഭംഗിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കി, ഇവിടെ ഏർമാണം വെച്ചിട്ടുണ്ടോ, അതാണ് ഞങ്ങൾ ഇക്കൊല്ലം ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം. പിന്നെ പാലം, വീട്, കൊട്ടാരം, അതൊക്കെ ഞങ്ങൾ ഡയറി മിൽക്കിൻ്റെ ഒക്കെ പെട്ടികൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിയേ, ഇവിടെ പാലം ഞങ്ങളിങ്ങനെ, പാലല്ല, ഈ തട വെക്കില്ലേ നമ്മൾ വെയിൽ കെട്ടണ പോലെ, അത് ഞങ്ങൾ ആദ്യം ചാക്ക് ചരട് കെട്ടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചാക്ക് ചരട് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതേ ഏർമാടത്തിൻ്റെ അവിടെയായിട്ട് നമ്മളൊരു കുളം വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയേ, പന്നിമോ നമ്മൾ മാല ബൾബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാല ബൾബ് ഇങ്ങനെ ഒരു രസത്തിൽ ന്യൂസ് പേപ്പർ കണ്ടില്ലേ നിങ്ങളവിടെ, അവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ക്രിസ്മസ് പാപ്പേനെയാണ് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ദേ അവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വഴി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. മലയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ കണ്ട. നല്ല രസത്തിൽ മലയും ഇങ്ങനെ പഞ്ഞിയൊക്കെ വീണ പോലെയാണ്, മഞ്ഞ് വീണ പോലെ കേട്ടോ. പിന്നെ ദേ അവിടെ ഞങ്ങൾ ട്രീ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പഴയ ട്രീ ആണ്. പിന്നെ ഇതൊരു പാലം ഞങ്ങൾ ഇക്കൊല്ലം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ദേ ഇങ്ങനെ ഞങ്ങൾ ഉള്ളിൽ നീല പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ കൊട്ടാരമാണിത്. കൊട്ടാരമൊക്കെ ഞങ്ങൾ ഇക്കൊല്ലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ദേ ആ കുഞ്ഞ് വീട്ടിലേക്കുള്ള ഒരു വണ്ടി, അതൊക്കെയാണ്. പിന്നെ ഇതൊരു ചായക്കടയാണ്. ഇത് ഇവിടെ എൻ്റെ ഫോണിൻ്റെ താഴെ ഇരിക്കണോണ്ട് തന്നെ, വീഡിയോ എടുക്കണതിൻ്റെ താഴെ ഇരിക്കണോണ്ട് എനിക്ക് കാട്ടാൻ പറ്റിയില്ല. അതേനാ നമ്മുടെ ചായക്കടയാണ് കേട്ടോ അത്. പിന്നെ ചായക്കടയുടെ അവിടെ നിന്ന് നല്ലപോലെ ഞങ്ങൾ വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വഴി നമ്മൾ സാധാരണ ഞങ്ങൾ വിചാരിച്ചു മണ്ണ് നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ മണൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേലി ഇതുപോലെയാണ് ഞങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ മാല ബൾബും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ നല്ല രസമുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയതും. മാല ബൾബൊക്കെ ഇട്ട് നല്ല രസമായിട്ട് കത്തിച്ചൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കത്തിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്.